സാധാരണ ലോട്ടറി അടിച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടാവുക. എന്നാൽ അതിൽ നിന്ന് അല്പം മങ്ങിയൊരു കഥയാണ് കെ സജിമോന് പറയാനുള്ളത്. ക്രിസ്തുമസ് പുതുവത്സര ലോട്ടറിയുടെ ഒന്നാം സമ്മാനം 20 കോടി ലഭിച്ച XC 138455 എന്ന നമ്പർ നഷ്ടപ്പെട്ടതായി കാട്ടി പിറവം പാഴൂർ സ്വദേശിയായിട്ടുള്ള റിട്ടയർ ASI കെ സജിമോൻ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കെ സജിമോൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ലോട്ടറി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചത്? ഈ ലോട്ടറി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് 30-ആം തീയതി ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അതായത് 24/1 നറുക്കെടുത്ത ലോട്ടറി. ആ ടിക്കറ്റ് എൻ്റെ വീട്ടിൽ സ്വാമി ആന്ധ്രാപ്രദേശ് സ്വദേശികളായ സ്വാമിമാർ ശബരിമലയ്ക്ക് പോയി മടങ്ങി വന്നപ്പോൾ എൻ്റെ വാഹനത്തിൽ മറന്നു വെച്ച ഒരു അഭിഷേകം ചെയ്ത നെയ്പാത്രം വീടിനകത്ത് ഒരു കിറ്റിനകത്ത് വെച്ചിരുന്നു. അതിനകത്ത് ഭാഗ്യലബ്ധിക്കായിട്ട് ഞാൻ ഈ ടിക്കറ്റ്, സമ്മാനാർഹമായ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത ടിക്കറ്റ് പിറ്റേ ദിവസം 24-ാം തീയതി ഞാൻ വീടിന് വെളിയിലായിരുന്നു നറുക്കെടുത്തന്ന്. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാനിത് ഓൺലൈനായിട്ട് ഈ റിസൾട്ട് കാണുകയും ഞാനെടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ വൈകിട്ട് 8 മണി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയ സമയം ഈ ടിക്കറ്റ് അടിച്ച കാര്യം, സമ്മാനം ലഭിച്ച കാര്യം ഭാര്യയോട് പറയുകയും ആ ടിക്കറ്റ് എവിടെയാണെന്ന് നോക്കിയെടുക്കാൻ പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് എവിടെയാണ് ടിക്കറ്റ് വെച്ചിരുന്നതെന്ന് ഞാൻ മറന്നുപോവുകയുണ്ടായി. തുടർന്ന് ഈ 30-ആം തീയതി ഈ ആന്ധ്രാ സ്വദേശികൾ മറന്നു വെച്ചു പോയ നെയ്പാത്രം അതും കിറ്റും അതിനകത്താണെങ്കിൽ ലോട്ടറി സഹിതം ഞാൻ പിറവൻ DTDC കൊറിയർ ചെയ്ത് അയക്കാനായിട്ട് വിശാഖപട്ടണത്തിന് കൊറിയർ ചെയ്യാൻ ഏൽപ്പിച്ചു. അന്നേ ദിവസം ഒരു 3 മണിക്ക് ശേഷമാണ് കൊറിയർ ചെയ്യാൻ ഏൽപ്പിച്ച് ഞാൻ മടങ്ങുന്നത്. തുടർന്ന് 1-ാം തീയതി വൈകിട്ട് ഒരു 6 മണി ആയ സമയം എനിക്ക് ഈ ടിക്കറ്റ് ആ കൊറിയർ ചെയ്ത ബാഗിനകത്താണ് വെച്ചിരുന്നതെന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. ആ സമയം ഞാൻ DTDC കൊറിയറിൽ വിളിക്കുകയും അത് റിട്ടേൺ ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. 2-ാം തീയതി അവരുടെ ഓഫീസിൽ ചെന്ന് രാവിലെ 9:30 ശേഷം ഈ വിവരം പറയുകയുണ്ടായി. അവരവിടെ അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി, റിട്ടേൺ രേഖപ്പെടുത്തി. തുടർന്ന് ഞാൻ വീട്ടിലെത്തുകയും 4-ാം തീയതി ഇവരുടെ ഓഫീസിലെത്തി ഈ കൊറിയർ എവിടം വരെ എത്തി എന്നറിയാൻ വേണ്ടി അവരോട് ചോദിച്ചു. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ, സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ അത് ഡെലിവറി എന്ന് കാണിക്കുകയുണ്ടായി. ആ വിവരം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് 2 ദിവസം ഹോൾഡ് ചെയ്യും, അതിന് ശേഷം തിരിച്ചയക്കും എന്നാണ് അവിടുത്തെ ഒരു നിജിൽ എന്ന് പറഞ്ഞ ഒരു ജീവനക്കാരൻ പറഞ്ഞത്. എന്നാൽ അതിന് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. ഞാൻ വീട്ടിലെത്തിയ സമയം ഈ നായിഡു എന്ന് പറയുന്ന, ബംഗാരു നായിഡു എന്ന് പറയുന്ന ആന്ധ്രാ സ്വദേശിയായ, വിശാഖപട്ടണം സ്വദേശിയായ ആളെ ഞാൻ വിളിക്കുകയും അയാൾ പറഞ്ഞു 12 മണി ആയപ്പോൾ തന്നെ അന്ന് അവർക്ക് ഈ കൊറിയർ കിട്ടുകയും അവർ നന്ദി പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് അവരോട് ചോദിച്ചു, ഈ കൊറിയർ അയച്ച അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അന്നേരം പറഞ്ഞു ഈ നെയ്പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കിറ്റും ബാക്കി മറ്റ് സാധനങ്ങളൊന്നും അങ്ങോട്ട് ചെന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് അതിൽ നിന്നും മനസ്സിലായി. തുടർന്ന് ഞാൻ ഈ ഓഫീസിലെത്തി അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. തുടർന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഞാൻ പിറവം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും CIയുടെ നിർദ്ദേശാനുസരണം അവിടെയുള്ള ഒരു SI പോലീസുകാരനും ഇവിടെ പിറവത്ത് ഈ DTDC കൊറിയർ സ്ഥാപനത്തിൽ വന്ന് അവരുടെ ക്യാമറ വിഷ്വൽസ് പരിശോധിക്കുകയുണ്ടായി. ആ സമയം 4:45 വരെ ഞാൻ അയക്കാൻ ഏൽപ്പിച്ച കൊറിയർ കിറ്റും ആ പാത്രവും അടങ്ങുന്ന സഞ്ചി അവരുടെ മേശപ്പുറത്തിരിക്കുന്നതായിട്ട് കാണുകയും അതിനുശേഷമുള്ള വിഷ്വൽസ് എനിക്ക് അത് പ്ലേ ആകാതെ ഇരിക്കുകയും ചെയ്ത കാരണം ഞങ്ങൾക്ക് മറ്റൊന്നും കാണാൻ സാധിച്ചില്ല. തുടർന്ന് അവരോട് അവിടെയൊക്കെ പരിശോധിച്ചു. അവിടെ ഈ കിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ പിറ്റേ ദിവസം 5-ാം തീയതി ഞാൻ പിറവം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു CMB ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓഫീസിൽ ക്യാമറ സീസ് ചെയ്ത് വിഷ്വൽസ് അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവ സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. ഈ വിവരം 5-ാം തീയതി തന്നെ ഈ ലോട്ടറി നഷ്ടപ്പെട്ട കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ലോട്ടറി വകുപ്പിന് മെയിൽ അയക്കുകയും തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ രേഖാമൂലം വിത്ത് ID കാർഡ് സഹിതം അയക്കുകയും ഉണ്ടായി.
തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോട്ടറി വകുപ്പിന് വേണ്ട നിർദ്ദേശം ബഹുമാനപ്പെട്ട കോടതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കോട്ടയം എഡിഷൻ ദേശാഭിമാനിയിൽ ആരോ ഒരു ടിക്കറ്റ് ഹാജരാക്കിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്നാൽ അത് കൺഫേം അല്ല വാർത്ത എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും എൻ്റെ ടിക്കറ്റിനകത്ത് ഞാൻ എൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ട്. XC138455 എന്ന കാഞ്ഞിരപ്പള്ളി ഭാഗത്തുനിന്ന് ഞാൻ വാങ്ങിയ ടിക്കറ്റിൽ എൻ്റെ അഡ്രസ്സും ഒപ്പും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ യഥാർത്ഥ ടിക്കറ്റ് എൻ്റേതാണെന്നും അത് ഈ DTDC കൊറിയറിൽ വെച്ച് ആരോ അപഹരിച്ചതാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതിൽ കോടതിയും പോലീസും ഇടപെട്ട് കൂടുതൽ അന്വേഷണം നടത്തും എന്നും ഈ ഫോർജറി നടത്തി ടിക്കറ്റ് ഹാജരാക്കി പണം തട്ടാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അത് വെളിച്ചത്ത് കൊണ്ടുവരുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. നിലവിൽ പിറവം പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടോ? നിലവിൽ കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് കേസെടുത്തിട്ടില്ല. കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് പോലീസ് അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നുണ്ട്. ഏതായാലും സജിമോൻ നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കാത്തിരുന്നു കാണാം. പിറവത്ത് നിന്നും ക്യാമറമാൻ ഡോൺ മാത്യുവിനൊപ്പം ട്രീസ സെലിൻ ജോസ്, മനോരമ ന്യൂസ്.